Assalamualaikum. Welcome back to Hands Kitchen. അപ്പം കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കുറച്ച് പേരൊക്കെ ആ കുട്ടി കുട്ടി പഴംപൊരീസ് അത് ട്രൈ ചെയ്തു, ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആരൊക്കെയോ ട്രൈ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും നിങ്ങൾ ഞാനിടുന്ന റെസിപ്പീസ് ആയാലും ഞാനിടുന്ന ട്രാവൽ വ്ളോഗ്സ് ആയാലും എല്ലാം കാണുന്നുണ്ട്. അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളതെന്നുണ്ടെങ്കിലും ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള റെസ്പോൺസ് എനിക്ക് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പെട്ടെന്ന് എനിക്ക് വീഡിയോസ് ഇടാൻ തോന്നുന്നത് ഇപ്പം. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടത് ഈ പറയുന്ന പോലെ എല്ലാവർക്കും പെട്ടെന്ന് കൊച്ചുകുട്ടികൾക്ക് വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിരുന്നല്ലോ. അപ്പം നമുക്ക് ഇന്നത്തെ റെസിപ്പിയും അതേപോലെ തന്നെയാണ്. കേക്ക് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പം വെറൈറ്റി കേക്ക്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല രസമല്ലേ. ഇപ്പം നമ്മുടെ നാട്ടിൽ വാങ്ങിക്കാൻ കിട്ടാത്ത ഒരു കേക്ക്സും ഇല്ല. അപ്പം നമ്മൾ സ്വന്തമായിട്ട് കേക്ക് ഉണ്ടാക്കി കഴിക്കുക എന്ന് പറയുമ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാർ എപ്പോഴും എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാർ ബേക്കേഴ്സ് എനിക്ക് എപ്പോഴും ഒരു സ്റ്റാറാണ്. ഞാൻ വലിയ ബേക്കിങ്ങിലേക്കൊന്നും ഞാൻ വലിയ എക്സ്പേർട്ടൊന്നും അല്ല. പക്ഷേ ഇന്നിപ്പം എല്ലാവർക്കും നമുക്ക് കേക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കണം എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുമല്ലോ എന്നെ പോലെ. അപ്പോൾ അതേപോലെയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്ക്. അതിന് ഓവൻ വേണമെന്നില്ല, ഫുഡ് പ്രോസസ്സറൊന്നും വേണമെന്നില്ല. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ, പാത്രങ്ങളും ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കേക്ക്. മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ആപ്പിളാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു 3-4 ആപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് 4 എണ്ണം എനിക്ക് വേണ്ട, 2 ആപ്പിളിൻ്റെ ആവശ്യമുള്ളൂ. കാരണം ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന പാത്രം ഇത്ര വലുപ്പമേ ഉള്ളൂ. ഓക്കെ, അതിനനുസരിച്ചിട്ട് പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് ആപ്പിളിൻ്റെ എണ്ണവും കൂട്ടാം, ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂട്ടാം. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഓൺ ദ മേക്കിങ്ങിൽ പറഞ്ഞുതരാം. അപ്പം ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഫുഡ് പ്രോസസ്സറിലാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ അത് കണ്ടിട്ട് നിങ്ങളാരും വിചാരിക്കേണ്ടോ നിങ്ങൾ പറഞ്ഞ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കേക്കാണെന്ന് പറയുന്നത് നിങ്ങൾ ഫുഡ് പ്രോസസ്സറിൽ ചെയ്യാണല്ലോ എന്ന് വിചാരിക്കേണ്ട. എനിക്ക് പണി എളുപ്പത്തിന് ചെയ്യുന്നതേ ഉള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇതേപോലത്തെ ബൗള് ഇതേപോലത്തെ ബൗൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ എന്തായാലും. ഇതിപ്പം ഇങ്ങനത്തെ തന്നെ ആവണമെന്നില്ല, സ്റ്റീലിൻ്റെ ആയാലും മതി, എങ്ങനത്തെ ആയാലും കുഴപ്പമില്ല. പിന്നെ ഇതാ ഈ വിസ്ക്, അതായത് നമ്മൾ മുട്ടയൊക്കെ ഇങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ട് എടുക്കൂലേ, ആ വിസ്ക്. അപ്പോൾ ഇതിപ്പം ഞാൻ ഫുഡ് പ്രോസസ്സറിൽ നിന്ന് ഊരി എടുത്തതാട്ടോ. അതുകൊണ്ട് ഇതിപ്പോൾ ഇത്രയും ഈ ചെറുതിലിരിക്കുന്നത്. നിങ്ങളുടെ അടുത്തൊക്കെ വലിയ വിസ്ക് ഉണ്ടാവുമല്ലോ, സാധാരണ ഇങ്ങനെ നീളത്തിലുള്ള വിസ്ക്, ആ സാധനം മതി. ഓക്കെ, ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് നമുക്ക് കേക്ക് ഉണ്ടാക്കാം. അപ്പം നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ അതിൽ 1/2 കപ്പ് പഞ്ചസാര 1/2 കപ്പ് അതിലെടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ നമ്മൾ മാറ്റി വെക്കണം ഒരു മിക്സിയുടെ ജാറിലേക്ക്. ബാക്കിയാണ് ഇപ്പം നമ്മൾ ഫുഡ് പ്രോസസ്സറിൽ ഇട്ട് കൊടുത്തത്. ഈ ബാക്കി വെച്ച 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 5 ഏലക്കയും കൂടെ നമ്മളൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ലെമൺ ജസ്റ്റ് ആണ്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള നാരങ്ങയുടെ പുറത്തെ തൊലി, ആ വൈറ്റ് ഭാഗം വരരുത്, ആ പുറത്തെ പച്ച നിറത്തിലുള്ള തൊലി മാത്രം ഒന്നെടുത്തിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാര ഉണ്ടല്ലോ, ഏലക്കയും കൂട്ടി പൊടിച്ചു വെച്ച ആ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്കിതിലേക്ക് മുഴുവനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിങ്ങനെ ഫുഡ് പ്രോസസ്സറിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അല്ലാതെ വിസ്ക് യൂസ് ചെയ്യുന്നവർ കൈകൊണ്ട് തന്നെയാണ് ഇതെല്ലാം മിക്സ് ചെയ്യേണ്ടത് കേട്ടോ. ആ വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് 2 മുട്ടയാണ്. മുട്ട ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു 30 to 40 സെക്കൻഡ്സ് നല്ലപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോഴത്തേക്കും ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടും. ഇപ്പം ഒരു ക്രീമി പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു 1/4 കപ്പ് ഓയിൽ വേണം. നമ്മുടെ 240 ml കപ്പ് ഉണ്ടല്ലോ, അതേപോലെ തന്നെയുള്ള സെയിം അളവിലുള്ള കപ്പിൽ 1/4 കപ്പ് ഓയിൽ എടുത്തിട്ട് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അപ്പം ഒരു കൈ കൊണ്ട് നമ്മൾ വിസ്ക് വെച്ച് ചെയ്യുന്നവർ ഒരു കൈ കൊണ്ട് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. മറ്റേ കൈ കൊണ്ട് ഓയിൽ ചെറുതായിട്ട് ഒഴിച്ച് കൊടുത്ത് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര്, പ്ലെയിൻ യോഗേർട്ട്, 2 ടേബിൾ സ്പൂൺ തൈരാണ് നമ്മൾ ഈ ചേർത്ത് കൊടുക്കുന്നത്. പ്ലെയിൻ യോഗേർട്ട്, നല്ല കട്ട തൈരില്ലേ, അത് ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മതി കേട്ടോ പ്ലെയിൻ യോഗേർട്ട്, അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് വീണ്ടും മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ എടുത്ത് വെച്ച ബൗളില്ലേ, അതിലേക്ക് നമുക്ക് ഈ മിക്സ് ചെയ്ത് എല്ലാം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആ മിക്സ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം 240 ml കപ്പിൽ 3/2 ഭാഗം മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഞാൻ, മൈദ അല്ലെങ്കിൽ പ്ലെയിൻ ഫ്ലവർ. പിന്നെ അതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഒഴിച്ച് വെച്ച ആ മിക്സ് ഒഴിച്ച് വെച്ച ബൗളില്ലേ, അതിലേക്ക് തന്നെ നമുക്ക് ഇതേപോലെ ഒരു അരിപ്പ എടുത്ത് വെച്ചിട്ട് അരിപ്പയിലോട്ട് നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതിങ്ങനെ നല്ലപോലെ അരിച്ച് ഇട്ട് കൊടുക്കാം. കട്ട കെട്ടാതിരിക്കാനും
നല്ലപോലെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൂന്നും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം നല്ല ഫൈൻ പൗഡറായിട്ട് വീണിട്ടുണ്ടത്. അപ്പം ഞാനിനിയിപ്പം ഇതേപോലെ ഒരു തടിയുടെ ചട്ടകം ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഞാനിതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. പിന്നെ ഇത് പറ്റത്തില്ല, മറ്റേ വിസ്ക് വെച്ചിട്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് ഒന്ന് മിക്സായി കിട്ടും. പക്ഷേ ഈ ഫ്ലോറിൻ്റെ മിക്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വല്ലാതെ നമ്മൾ വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യരുത്. അപ്പം ഇങ്ങനെയുള്ള ചട്ടുകം എന്തെങ്കിലും വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ഫോൾഡിങ് പ്രോസസ്സ് അല്ലേ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ നല്ലപോലെ എല്ലാ വശത്തുനിന്നും ഇങ്ങനെ എടുത്ത് അടി കൂട്ടി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ മടക്കി വെക്കുന്ന പോലെ ആക്കി നമ്മൾ മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ ഇത് നമ്മളിതാ മിക്സ് ചെയ്ത് നല്ലപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ബാറ്റർ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ആപ്പിൾ സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 2 ആപ്പിൾ പീൽ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുരുവൊക്കെ കളഞ്ഞ് അതിൻ്റെ തൊലിയും കുരുവൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു വീതിയിൽ ഉണ്ടായിക്കോട്ടെ കേട്ടോ, ഈ ഒരു കനത്തിൽ ഉണ്ടായിക്കോട്ടെ. അതല്ലാന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കണമല്ലോ, അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറും ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് അതൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നോടം വരെ, കരിഞ്ഞു പോകരുത്, ഗോൾഡൻ ബ്രൗൺ ആയാൽ മാത്രം മതി. അപ്പോൾ അതങ്ങനെ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ പാത്രം സ്റ്റൗവിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ബാക്കി സെറ്റ് ചെയ്യാം. ഇതായിപ്പം ക്യാരമലൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് അടുപ്പത്തുനിന്ന് മാറ്റാം. അധികം താമസിപ്പിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ ആപ്പിൾ ഇതിലേക്ക് അടുക്കി വെച്ച് കൊടുക്കാം കേട്ടോ. ഇതേപോലെ ഒരു നോൺ സ്റ്റിക്ക് പാത്രം യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ തീരെ അടി പിടിക്കാതെയൊക്കെ നമുക്ക് കിട്ടിക്കോളും. ഇനി നമുക്കിതിലേക്ക് സിനമൺ പൗഡറാണ് ഇടുന്നത്, കറുവാപ്പട്ട പൊടിച്ചത്. ഞാനൊരു 1/2 ടീസ്പൂണോളം ഇടുന്നുള്ളൂ. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലേക്ക് ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എല്ലായിടത്തും ആവുന്ന പോലെ ഒഴിച്ചു കൊടുക്കണം ബാറ്റർ. നമുക്കിത് നല്ലപോലെ ഫുള്ളായിട്ട് എടുത്തിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് വെച്ച് കൊടുക്കണം. എന്നിട്ട് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്, അടച്ചു വെച്ചു. നമുക്ക് ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ്സ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലാണ് കേട്ടോ. ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ്സ് ഇരിക്കട്ടെ. കറക്റ്റ് 20 മിനിറ്റ്സ് മതി. എനിക്ക് നേരത്തെ ഉണ്ടാക്കിയപ്പോൾ 20 മിനിറ്റ്സ് തന്നെ വേണ്ടി വന്നുള്ളൂ. അത് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. എല്ലാ ഭാഗവും നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് സംഭവം. അപ്പം കേക്ക് ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. നമുക്കിനി ഇതൊരു പാനിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ആപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്കാണല്ലോ, കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക്. നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ വന്നിട്ടുണ്ട്. എനിക്കിത് ചെയ്തെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് എല്ലാവരെയും കൊണ്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിത് മുറിച്ച് കാണിക്കാം. ഇതൊന്ന് ചൂടാറിയിട്ട് ഞാൻ മുറിച്ച് കാണിക്കാം. ശരിക്കും പറഞ്ഞാൽ എനിക്കിതിങ്ങനെ ഇരിക്കുന്നതായിട്ട് കട്ട് ചെയ്യാൻ തോന്നുന്നില്ല. ഇത് കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആപ്പിൾ പീസസൊക്കെ അതേപോലെ നല്ല കാരമലൈസ്ഡ് ആയിട്ട് നല്ലപോലെ വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്. ഞാൻ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ. കാരമലൈസ് ചെയ്ത പഞ്ചസാരയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് നല്ലപോലെ വരുന്നുണ്ട്. നല്ല രസമുണ്ട് അത്. പിന്നെ നമ്മൾ കറുവാപ്പട്ട പൊടിച്ചിട്ടില്ലേ, സിനമൺ പൗഡർ ഇട്ടല്ലോ, അത്. പിന്നെ ആപ്പിളിന് എന്തായാലും മധുരത്തിൻ്റെ കൂടെ ചെറിയൊരു പുള്ളി ഉണ്ടാവുമല്ലോ, അത്. പിന്നെ ആപ്പിൾ കാരമലൈസ്ഡ് ഷുഗറിൽ കിടന്നിട്ട് ആപ്പിളും ഒന്ന് കാരമലൈസ് ആയിട്ടുണ്ട്, ആ ടേസ്റ്റ്. പിന്നെ നമ്മുടെ ആ ബാറ്റർ മൊത്തത്തിലുള്ളൊരു ടേസ്റ്റ്, ഇതെല്ലാം കൂടെ
അടിപൊളിയാണ്, നല്ല ഫ്ലേവറാണ് കേട്ടോ. നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം നെക്സ്റ്റ് നമ്മൾ വേറൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ. ടാറ്റാ, ബൈ.